സർഫാസി നിയമവും അതെങ്ങനെ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ്. പക്ഷേ അതെങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ ജനങ്ങളെ ബാധിക്കുന്നത്? ഒരാളൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അയാളുടെ മേൽ ഈ നിയമപ്രകാരം അയാളെ കുടിയിറക്കാൻ കഴിയുന്നത്? അതായത് സാധാരണ മനുഷ്യരുടെ കിട്ടുന്ന വായ്പ എന്ന് പറയുന്നത് മിക്കവാറും അവർക്ക് കിട്ടുന്ന ഗാർഹിക വായ്പകളാണ്. അതായത് സമൂഹത്തിലെ ആധുനിക ബാങ്കുകൾ ചെയ്യുന്ന ഈ അടിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യരെ സമൂഹത്തിൽ ഉയർത്തിയെടുക്കുന്ന ഒരു ആധുനിക ബാങ്കിങ്ങിൻ്റെ ഒരു ഉത്തരവാദിത്വമല്ല നിറവേറ്റുന്നത്, മറിച്ച് പഴയ നാടുവാഴുത്ത കാലത്ത് വട്ടിപ്പലിശക്കാരുടെ അതേ സ്വഭാവത്തിൽ തന്നെ നിന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ മൈക്രോ ഫൈനാൻസിൻ്റെ വളർച്ച നമുക്ക് കാരണം. ദൈനംദിന ജീവിതാവശ്യത്തിന് പോലും മനുഷ്യർ ഇന്ന് വായ്പ വാങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഈ ഗ്രൂപ്പ് തലത്തിൽ തന്നെ വായ്പ കൊടുക്കുന്നൊരു സംവിധാനം. അപ്പോൾ ഇതിൻ്റെയൊക്കെ വളർച്ച നമ്മൾ ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന ചില ഒരു മൈക്രോ ഫൈനാൻസ് പലിശയില്ലാതെ പണം കൊടുത്ത് തുടങ്ങിയ ഒരു ബാങ്കിന് ഇപ്പോൾ 43,000 കോടി രൂപയുടെ ആസ്തി ഈ നിസ്സാര സമയം കൊണ്ടുണ്ടായി. അപ്പോൾ മൈക്രോ ഫൈനാൻസുകൾ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമങ്ങളിലെ വായ്പ ലഭിക്കാത്ത, വായ്പ കിട്ടാക്കനിയായ മനുഷ്യർക്ക് ലാഭരഹിതമായി വായ്പ കൊടുക്കാനുള്ള ലൈസൻസ്ഡ് സംവിധാനങ്ങളെയാണ് മൈക്രോ ഫൈനാൻസ്. സ്കോറുകളൊന്നും ഇല്ലാത്ത അതിന്റെ ഈ ആധുനിക തലത്തിൽ കിട്ടുന്നത്, അതിനാണ് മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്നത്. പക്ഷെ മൈക്രോ ഫൈനാൻസുകൾ എന്ന് ചെയ്യുന്നത് വട്ടിപ്പലിശക്കാരുടെ വേറൊരു രൂപമായിട്ട് മാറുന്നു എന്നുള്ളതിന്റെ ഒരു സംഭവം. പലിശയ്ക്ക് ഈ പണം എടുക്കുന്ന ആൾക്കാരെ ഈ ജപ്തിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എങ്ങനെയാണ്? ജപ്തി, അതെ. അപ്പം ഞാൻ മൈക്രോ ഫൈനാൻസിന്റെ കാര്യം പറഞ്ഞിട്ട് മനുഷ്യൻ ഇന്ന് സമൂഹത്തിൽ ജീവിച്ചു പോകണമെങ്കിൽ അവരുടെ സേവന കാര്യങ്ങൾക്ക് പോലും പണം മുടക്കേണ്ട ഒരു സമൂഹമായിട്ട് മാറുന്നു എന്നുള്ളത്. അപ്പോൾ വായ്പ ലഭിക്കാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നൊരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ കടം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചുരുങ്ങി വരികയും ഉള്ള ബാങ്കുകൾ തന്നെ ലയിച്ചുകൊണ്ട് വലിയ വലിയ ബാങ്കുകളായി മാറുന്നൊരു സമീപനമാണ്. ഇപ്പോൾ കേരള ബാങ്ക് പോലും അതാണ്, ജില്ലാ സഹകരണ ബാങ്ക്. അപ്പോൾ അതെന്താണ്, ജനങ്ങളോട് റീച്ച് ഇല്ലാതാവുകയും അതിസമ്പന്നന്മാർക്ക് വായ്പ കൊടുക്കാനുള്ള ഒരു സംവിധാനമായിട്ട് മാറുകയും നിക്ഷേപങ്ങൾ അവരിലേക്ക് തന്നെ എത്തുന്ന രീതിയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എറണാകുളം സഹകരണ ബാങ്ക് ഇപ്പോൾ കേരള ബാങ്കായിട്ട് മാറി. എറണാകുളം സഹകരണ ബാങ്ക് ഇന്ന് വലിയ ആസ്തിയുള്ള 10-24 ബ്രാഞ്ചുകളുള്ള ഒരു ബാങ്കായി മാറുമ്പോൾ അവർ 3 സെൻറ്റ് 5 സെൻറ്റ് കിടപ്പാടങ്ങളുള്ള ആളുകൾക്ക് വായ്പ കൊടുക്കില്ലെന്ന് അവർ സർക്കുലർ ഇറക്കി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അവർ കൊടുക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനും അതുപോലെ തന്നെ മെട്രോ റെയിൽ നോക്കുക 9 വർഷത്തേക്ക് നിസ്സാരമായ പലിശക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വായ്പ ലഭിക്കുന്ന ആളുകൾ ഗാർഹിക വായ്പകളാണ് കിട്ടുന്നത്. അതായത് അവർക്ക് എന്തെങ്കിലും തൊഴിൽ സംരംഭങ്ങൾക്കോ വ്യവസായ സംരംഭങ്ങൾക്കോ അല്ല പണം മുടക്കേണ്ടി വരുന്നത്. അതേസമയം മറുവശത്ത് നോക്കുക, രാജ്യത്തിൻ്റെ 40% സമ്പത്തും 1% വരുന്ന അതിസമ്പന്നന്മാരിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. തുറമുഖങ്ങളാകട്ടെ, എയർപോർട്ടുകളാകട്ടെ, ഖനികളാവട്ടെ, ഇതെല്ലാം ചില വ്യക്തികളിലേക്ക് ഒതുങ്ങിപ്പോകുന്നു. അവർക്കാകട്ടെ 2.5 ലക്ഷം കോടി രൂപ വരെ മുതൽ മുടക്കുന്ന തരത്തിലേക്കുള്ള സംവിധാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നൊരു സംഭവമായിട്ട് മാറുകയും മറുവശത്ത് ഈ ബാങ്കുകളുടെ നിയമങ്ങൾ അതിശക്തമായിട്ടുള്ള, അതായത് ജനവിരുദ്ധമായിട്ടുള്ള ഒരു കൊലയാളി നിയമങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് നമുക്കിത് കാണാൻ കഴിയും. അപ്പോൾ വായ്പ ലഭിച്ചിട്ട് ഞാൻ 3 തവണ എൻ്റെ EMI മുടക്കിയാൽ 3 തവണ എനിക്ക് അടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ 10 വർഷത്തേക്കുള്ള കാലാവധിക്കാണ് ഈ വായ്പ വാങ്ങിയതെങ്കിലും ആദ്യ വർഷം തന്നെ എൻ്റെ വസ്തു ഒന്ന് ജപ്തി ചെയ്യാം. അപ്പോൾ എൻ്റെ വസ്തുവിന് അതിനേക്കാൾ കൂടുതൽ മൂല്യമുണ്ട്, പക്ഷേ എൻ്റെ വസ്തു ലേലം ചെയ്ത് വിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം എടപ്പള്ളിയിൽ നടന്ന വളരെ വ്യാപകമായി ചർച്ച ചെയ്ത പ്രീത ഷാജിയുടെ സമരമാണ്. പ്രീത ഷാജി എന്താ ചെയ്തത്? പ്രീത ഷാജിയുടെ 3 കോടി വില ഇപ്പോഴുള്ള 18 സെൻറ്റ് വസ്തു ഒരു സുഹൃത്തിന് 2 ലക്ഷം രൂപ വായ്പ എടുക്കാനായിട്ട് ഈട് കൊടുത്തു. അത് അയാൾ തിരിച്ചടക്കാതിരിക്കുകയും ലോർഡ് കൃഷ്ണ ബാങ്ക് പിന്നെ HDFC ബാങ്കായിട്ട് മാറുകയൊക്കെ ചെയ്ത സന്ദർഭത്തിൽ HDFC ബാങ്ക് തിരിച്ചടക്കാൻ ആവശ്യപ്പെട്ടത് 2,70,00,000 രൂപയാണ്. അപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ മുതലിന് മേലെ പലിശ വരാൻ പാടില്ല എന്നുള്ള നിലയ്ക്ക് ദാം ദുപ്പത്ത് എന്ന് പറയുന്ന റൂളുകളൊക്കെ ഉള്ളൊരു കാലമാണ്. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആക്ട് എന്നുള്ള നിലയ്ക്ക് എത്ര വേണമെങ്കിലും കൂടാം. ഓരോ നിമിഷത്തിലും അത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ 2 ലക്ഷം രൂപയുടെ ജാമ്യം നിന്ന് വായ്പ പോലും എടുക്കാത്ത ഒരാൾക്ക് 2,70,00,000 രൂപ അടക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ഈ നീതിന്യായ സംവിധാനങ്ങൾക്കോ ബാങ്കുകൾക്കോ പൊതുസമൂഹത്തിനൊരു പ്രശ്നമാകുന്നില്ല. അപ്പോൾ ഇത് ഒരു വട്ടിപ്പലിശക്കാരനാണ് അത് ആവശ്യപ്പെട്ടെങ്കിലോ അയാൾ വീടിന് കാലുകുത്താൻ പോലും അനുവദിക്കില്ല. അതാണ് പൊതുസമൂഹം സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതാണ് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
ഒടുവിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലൂടെയാണ് അത് തിരിച്ചെടുത്തതെങ്കിലും ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഈ റിയൽ എസ്റ്റേറ്റുകാരൻ പോയിരിക്കും. അപ്പോൾ റിയൽ എസ്റ്റേറ്റുകാരൻ എന്തിനാണ് പോയത്? ഈ 2,70,00,000 രൂപ ഇവർക്ക് അടക്കാൻ കഴിയില്ല. പക്ഷേ ഈ 3 കോടി രൂപ വരുന്ന വസ്തു ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ 36 ലക്ഷം രൂപക്ക് റിയൽ എസ്റ്റേറ്റുകാർക്ക് വിൽക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് 2,70,00,000 രൂപ റിയൽ എസ്റ്റേറ്റുകാരന് ലാഭം കിട്ടുകയാണ്. അപ്പോൾ ഇതാണ് സമൂഹത്തിൽ നടക്കുന്ന വലിയൊരു കൊള്ള. അപ്പോൾ ബാങ്കുകൾ ചെയ്യുന്ന എന്താണ്? ഒരു ആൾക്ക് 5 ലക്ഷം രൂപ കിട്ടിയാൽ പോലും തിരിച്ചടക്കാൻ കഴിയാത്ത ഒരാൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കുക. സർഫാസ് ചെയ്യുന്നൊരു നിയമം അവരുടെ കയ്യിലുണ്ട്. ആ വസ്തു അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയും. 3 തവണ മുടങ്ങിക്കഴിഞ്ഞാൽ നഗരത്തിൽ ഹൃദയ ഭാഗത്തുള്ള ആ വസ്തു അവർ ചുളുവിലക്ക് പിടിച്ചെടുക്കുകയും ഈ നമ്മുടെ ഇന്നത്തെ കാലത്ത് ആപ്പുകൾ വഴിയുള്ള ലോണുകൾ കിട്ടും. അത് കഴിഞ്ഞാൽ അത് അടച്ചില്ലെങ്കിൽ അടച്ചതിന്റെ ഇരട്ടിയോളം അടച്ചാലും അവർ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ ഉണ്ട്. അതൊരു ഭീഷണി തലത്തിൽ പോകുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ ഇവിടെ നടക്കുന്നത് അതല്ല. അതൊരു ജപ്തി ഒന്നും നടക്കില്ല. അത് ജപ്തിയല്ല, അത് ആർബിട്രേഷൻ പോലുള്ള വേറൊരു കെണിയാണത്. ഞാൻ പറയുന്നത് ഈ രംഗത്തേക്ക് കടന്നാൽ ഓരോന്നും ജനവിരുദ്ധം തന്നെയാണ്. ഇപ്പോൾ ആർബിട്രേഷൻ ആക്റ്റും ജനവിരുദ്ധം തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അവർ വാങ്ങുന്നൊരു ചെക്ക്, ആ ചെക്ക് ബൗൺസ് ആയാൽ അവരത് ഡൽഹിയിലായിരിക്കും ചിലപ്പോൾ കേരളത്തിലുള്ള ഒരാളുടെ കേസ് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ട് അയാൾ എന്തായിരിക്കും ചെയ്യുക? ഡൽഹിയിലേക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട് പോകുന്നൊരവസ്ഥ എന്താണ്? ഈ രീതിയിലാണ് എല്ലാം മെക്കാനിസം ഉപയോഗിക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതികളിൽ പോലും ബാങ്കിൻ്റെ കേസ് വിളിക്കുന്ന ഒരു കാലമായി. അപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഇത്തരം ബാങ്കിങ് സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളായിട്ട് ഉപകരണങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അതേസമയം സിവിൽ കോടതികളിലോ യാതൊരു പരിരക്ഷയില്ല. നമ്മൾ ഏതെങ്കിലും കോടതിയിൽ ഇതിനെതിരെ പോകാൻ പറ്റുമോ? അത് പോകാനും കഴിയില്ല. കാരണം ഈ സർഫാസി നിയമത്തിന് അതെല്ലാം ബാർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ സിവിൽ കോടതികൾ പറയുന്ന പോലെ. അതേസമയം ഞാൻ പോകേണ്ടത് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ. അത് ഏറ്റവും ചിലവേറിയൊരു സംഭവമാണ്. എനിക്കതിന് അപ്പീലിൽ പോകണമെങ്കിൽ നേരത്തെ 50%, ഇപ്പോൾ 30% വരെ മുതലിൻ്റെ ഇത് കെട്ടിവെച്ചാലാണ് നമുക്ക് പോകാൻ കഴിയുക. അങ്ങനെ ഓരോ നിയമനിർമ്മാണവും ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യർക്ക് വിരുദ്ധമായി പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കാനഡയിലേക്ക് പോകാൻ ഒരു പെൺകുട്ടി 25 ലക്ഷം രൂപ ലോൺ എടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ കാനഡയിൽ ആകെ പ്രശ്നമായി ഇരിക്കുന്നൊരു സന്ദർഭത്തിൽ അവർക്ക് തിരികെ പോരേണ്ടി വന്നു. ഈ 25 ലക്ഷം രൂപയുടെ തിരികെ പോരേണ്ടി വരുന്നതിനെപ്പറ്റി കേട്ടപ്പോൾ അമ്മ തളർന്നു വീണ് ഇപ്പോഴും ബോധത്തിൽ സ്ട്രോക്ക് വന്ന് അവർ ഇപ്പോഴും ഒരു ബോധാവസ്ഥയിൽ എത്തിയിട്ടില്ല. മകള് തിരിച്ചു വന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മകള് മെൻ്റൽ അബ്നോർമലായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയി. എന്തായിരിക്കും അവരുടെ അവസ്ഥ? ബാങ്ക് വന്ന് ഇവർ തെരുവിലെറിയുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ സമൂഹം കാണേണ്ട ഒരു പ്രശ്നം, സാമ്പത്തിക ഞെരുക്കം കൊണ്ട് എനിക്ക് പണമടക്കാനാകാത്ത ഒരാളെ ആധുനിക ബാങ്കുകൾ സംരക്ഷിക്കുകയും ചേർത്ത് പിടിക്കുകയും അവന് അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് വീണ്ടും പണം കൊടുത്ത് സംരക്ഷിച്ചെടുക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്. മറിച്ച് അവനെ ഇരുട്ടിലേക്ക് തള്ളുകയാണ്. അപ്പോൾ അവൻ്റെ മകൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നു. അപ്പോൾ വീടടച്ചിട്ടിരിക്കുന്നു. അച്ഛനും അമ്മയും പുറത്ത് നിൽക്കുന്നു. പോലീസ് സംവിധാനങ്ങൾ ഇതെല്ലാമായി അവർ തെരുവിൽ നിൽക്കുകയാണ്. ആ കുട്ടിയുടെ ഭാവി എന്താണ്? അവരെന്ത് തെറ്റ് ചെയ്തു? അപ്പോൾ സാമ്പത്തികമായ ഈ കൊടുക്കൽ വാങ്ങലുകൾ ഒരു ക്രിമിനൽ കുറ്റമായിട്ട് മാറുന്ന തരത്തിലുള്ള നിയമനിർമ്മാണം നടക്കുന്നു. അപ്പോൾ ഇതിനകത്തത് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എൻ ഒഫൻസ്. അതായത് 1 വർഷം വരെ ശിക്ഷിക്കാനായിട്ട് കഴിയുന്ന സംവിധാനമാണ് ട്രിബ്യൂണലുകൾ. എന്താണ് ഒരു ശാശ്വത പരിഹാരം ഇതിന് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പോൾ എന്തുകൊണ്ട് 2017 ഈ നിയമം നിർമ്മിച്ചതിന് ശേഷം ഇവിടെയുള്ള കോർപ്പറേറ്റുകൾ പറഞ്ഞപ്പോൾ ബാങ്ക്രപ്സി ആൻഡ് ഇൻസോൾവൻസി കോഡ് കൊണ്ടുവന്നിട്ട് ഈ പാപ്പരത്തെ നിയമം കൊണ്ടുവന്നിട്ട് അവർക്ക് സഹായകമായൊരു സമീപനം സ്വീകരിച്ചു. അവർക്ക് വേണ്ടി ചുവപ്പ് വരവധാനി സ്വീകരിക്കുക, അവർക്ക് എല്ലാം എഴുതിത്തള്ളുക എന്നുള്ളൊരു സമീപനം സ്വീകരിക്കുക. മറുവശത്താവട്ടെ കർക്കശമായ ഈ സെക്യൂരിറ്റൈസേഷൻ ആക്ട് വെച്ചുകൊണ്ട് ഇവരെ തെരുവിലെറിയുന്നൊരു സമീപനമാണ്. ആ നിയമത്തിൽ കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യാതിരിക്കാനും സമയവും ഇളവും കൊടുക്കാനുള്ള സമീപനം സ്വീകരിക്കാം. കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും വായ്പ എടുത്ത് വഞ്ചിക്കുന്ന മനുഷ്യരല്ല. മനഃപൂർവ്വമായി വീഴ്ച വരുന്നൊരു സംഭവം. അല്ലെങ്കിൽ മുണ്ടക്കയിലെ സംഭവം തന്നെ എടുക്കും. ജീവിതവും കിടപ്പാടവും എല്ലാം ഒഴുകിപ്പോയ മനുഷ്യരോട് RBIയും ദേശീയ സർക്കാരും പറയുന്നത് നിങ്ങളുടെ വായ്പ അടക്കണമെന്ന് തന്നെയാണ്. വേണമെങ്കിൽ മൊറട്ടോറിയം തന്നെ തരാം, വായ്പ എഴുതി തള്ളുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ജനം? അപ്പോൾ ആരാണ് ഈ ദേശത്തെ ആരാണ് ഇവർ സംരക്ഷിക്കേണ്ടത്? ഏത് വിഭാഗത്തെയാണ് സംരക്ഷിക്കുന്നത്? അപ്പോൾ
ഈ 99% വരുന്ന ജനങ്ങൾ 1%-നെതിരെ തിരിയുന്ന ഒരു സമരമായിട്ടിത് വികസിക്കേണ്ടതുണ്ട്. നിലവിലിപ്പോൾ ഒരു നിയമനിർമ്മാണമാണ് ഇതിൻ്റെ അകത്ത് ശാശ്വതമായ പരിഹാരത്തിന്. അല്ല, ഉള്ള നിയമനിർമ്മാണം ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള മൂലധന ശക്തികൾക്ക് വേണ്ടി ആവരുത്, സ്വന്തം ജനങ്ങൾക്ക് വേണ്ടിയാകണം. സ്വന്തം ജനങ്ങളെ കെട്ടിവരിഞ്ഞിട്ട് കൊള്ള ചെയ്യാനായിട്ട് ആഗോള താല്പര്യങ്ങൾക്കനുസരിച്ച് ആ യജമാനന്മാർ പറയുന്ന പോലെ നിയമനിർമ്മാണം നടത്തേണ്ട ഒരു സഭയല്ല നമ്മുടേത്. ഇതൊരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. മാത്രമല്ല ഒരു പട്ടിണി റിപ്പബ്ലിക് കൂടിയതാണ്. അപ്പോൾ ആ വിഭാഗം ജനങ്ങളുടെ സമുദ്ധാരണത്തിന് അവരുടെ ഒരു ഇതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണമാണ് ആവശ്യം. അവർക്ക് പണം കയ്യിൽ കിട്ടേണ്ടത് ഗാർഹിക വായ്പയായിട്ടല്ല, അവർക്ക് തൊഴിൽ സംരംഭങ്ങളും അതുപോലെ തന്നെ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാനുള്ള വായ്പകളും അതിനുള്ള സമീപനങ്ങളുമാണ് സ്വീകരിച്ചു പോരേണ്ടതെന്നുള്ളതാണ്. അത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞം ഹാർബറിൽ നിന്ന് ഒരു ലോറി 1 കിലോമീറ്റർ 25 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ടുള്ള പാതയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ നമ്മുടെ രാജ്യത്തിന് അത് താങ്ങാനാവും? ആ രാജ്യത്താണ് ഇതുപോലുള്ള കിടപ്പാടങ്ങളില്ലാതിരിക്കുന്ന സമരം. അപ്പോൾ ലൈഫ് മിഷനോട് 5 ലക്ഷം പേർക്ക് വീട് പണിത് കൊടുക്കുകയും പിന്നെ ഒരു 20 ലക്ഷം പേരെ തെരുവിലിറക്കി കഴിഞ്ഞാൽ ഈ സമൂഹം എങ്ങോട്ടായിരിക്കും പോവുക എന്നുള്ളത് കണ്ണു തുറന്ന് കാണേണ്ട ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ നിയമം ഒരു കൊലയാളി നിയമം തന്നെയാണ്. കടത്തിൽ വീണ ആളുകൾ കുറ്റവാളികളല്ല, മനഃപൂർവ്വമായ വീഴ്ചയല്ല അവർ വരുത്തുക. അങ്ങനെ ഒരു സമീപനം സമൂഹം സ്വീകരിക്കേണ്ടതുണ്ട്, കണ്ണു തുറന്ന് കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്.